ഹലോ, സന്ധ്യാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. യൂട്യൂബ് തുറന്നു നോക്കിയാൽ എപ്പോഴും കാണുന്നത് അങ്കമാലി മാങ്ങാക്കറി എന്നാണ്. എന്നാൽ പിന്നെ അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ പിന്നെ തുടങ്ങിയാലോ. 2 പച്ചമാങ്ങ നീളത്തിലരിഞ്ഞത്, 2 സവാളയും നീളത്തിലരിഞ്ഞ്, 4 പച്ചമുളകും അതിനെയും നീളത്തിലരിഞ്ഞ്, കുറച്ച് കറിവേപ്പിലയും എടുത്ത് മാറ്റി വയ്ക്കുക. ഇതിനായി ഒരു ചേരുവയും കൂടെ ആവശ്യമുണ്ട്, 1-ാം പാലും 2-ാം പാലും. ഇനി ഒരു ബൗളിലേക്ക് അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇട്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്മുക. ആ തിരുമ്മുമ്പോൾ നമുക്ക് നല്ലൊരു മണം വരുന്നതാണ്. അതുവരെ ഒന്ന് അതിനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ലൊരു മണം വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ അതിലേക്കിട്ട് നല്ലവണ്ണം ഒന്നും കൂടെ തിരുമുക. ഇനി നമ്മൾക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. 2-ാം പാലിലാണ് ആദ്യം വേവിക്കുന്നത്. ഒരു 10 മിനിറ്റ് 2-ാം പാലൊഴിച്ച് നല്ലവണ്ണം ഒന്ന് കുറുകുന്നത് വരെ വേവിച്ചെടുക്കുക. മാങ്ങ വെന്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാലെടുത്ത് ഒഴിക്കുക. ഒരുപാട് നേരം അത് തിളയ്ക്കരുത്. ഒന്ന് ചൂടായതിനു ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് താളിച്ചെടുക്കാം. അതിനായി കറിവേപ്പില, മുളക് പൊടി, ചെറിയുള്ളി. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി, കറിവേപ്പില ഇട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ താളിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി റെഡിയായിരിക്കുന്നു. ഈ അങ്കമാലി മാങ്ങാക്കറി ഒന്ന് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.